അഡ്മിഷൻ്റെ കാലമാണല്ലോ ഇപ്പോൾ. വിദ്യാർത്ഥി ഏത് കോഴ്സ് എടുത്ത് പഠിക്കണം, അവരുടെ ഭാവി സുരക്ഷിതമാണോ എന്ന ആശങ്കയിലാണ് ഓരോ വിദ്യാർത്ഥിയും. ഈ അവസരത്തിലാണ് നൈപുണ്യ വികസനത്തിലൂടെ ജീവിതം ഭദ്രമാക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും അനുയോജ്യമായിട്ടുള്ളൊരു കോഴ്സാണ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സ്. ഞാനിപ്പോൾ ഉള്ളത് ഹസനാജി മെമ്മോറിയൽ JDT ഇസ്ലാം പോളിടെക്നിക്കിലാണ്. നമ്മുടെ കൂടെ പ്രിൻസിപ്പൽ സാറുണ്ട്, ഡോക്ടർ മാനുവൽ ജോർജ് ആൻഡ് IQSC കോർഡിനേറ്റർ സീനത്ത് മാം. അവരോട് ഈ കോളേജിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ചറിയാം. ഹായ് സാർ. ഹായ് മാം. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒട്ടനവധി പോളിടെക്നിക് കോളേജുകളുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം നമ്മുടെ ഈ JDT ഇസ്ലാം പോളിടെക്നിക്കിനെ വ്യത്യസ്തമാക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഘടകം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഈ സ്ഥാപനത്തെ പറ്റി പറയുമ്പോൾ കേരളത്തിലെ സ്വാശ്രയ മേഖലയിൽ ആദ്യമായി തുടങ്ങിയ സ്ഥാപനമാണ്. 1994 തുടങ്ങിയ ഈ സ്ഥാപനം ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പോളിടെക്നിക്കാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന പോളിടെക്നിക്കാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചുകൾ പ്രൊവൈഡ് ചെയ്യുന്ന പോളിടെക്നിക്കാണ്. കൂടാതെ നമ്മുടെ പോളിടെക്നിക്കിന് നാഷണൽ ഇൻ്റർനാഷണൽ ടൈഅപ്പുകളും സ്റ്റാർട്ടപ്പ് സെൻറ്ററും മറ്റ് അനുബന്ധ സൗകര്യങ്ങളൊക്കെ കുട്ടികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വർഷങ്ങളായിട്ട് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഒരു വിശ്വാസം പിടിച്ചു പറ്റാൻ ഈ ഒരു സ്ഥാപനത്തിന് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് എന്താണ്? JDT പോളിടെക്നിക്കിനെ പറ്റി പറയുമ്പോൾ നമ്മളുടെ ഒരു അടിത്തറ എന്ന് പറയുന്നത് 1994 മുതൽ ഈ സമയം വരെ ഇവിടെ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികളും ഞങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ച അവരുടെ രക്ഷകർത്താക്കളുമാണ്. അവരുടെ വിശ്വാസത്തിനനുസരിച്ചും അവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ചും ഉയരാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് പറയാനുള്ളത്. മാത്രമല്ല JDT പോളിടെക്നിക്കിൽ പഠിച്ചിട്ടുള്ള പല വിദ്യാർത്ഥികളും നമ്മുടെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നല്ല രീതിയിൽ ജോലി ചെയ്ത് ജീവിക്കുന്നു എന്നറിയുന്ന സമയത്ത് ഞങ്ങൾക്കുണ്ടാകുന്ന ഒരു സന്തോഷമെന്ന് പറയുന്നത് അത് വളരെ വലുതാണ്. അതിനുവേണ്ടി JDT മാനേജ്മെൻറ്റ് നല്ല ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ അവർക്ക് പഠിക്കാനുള്ള അനുബന്ധ സൗകര്യങ്ങളൊക്കെ സിലബസിൻ്റെ അപ്ഡേഷൻ അനുസരിച്ച് ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റീസ്. പല പോളിടെക്നിക്കുകളും നമ്മൾ ലാഗ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഫാക്കൽറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കോളേജിൽ ഏതെല്ലാം ഡിപ്ലോമ കോഴ്സസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്? ഇപ്പം നമുക്കിവിടെ 11 റെഗുലർ കോഴ്സുകളും 3 വർക്കിംഗ് പ്രൊഫഷണൽ കോഴ്സുകളുമാണുള്ളത്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, സൈബർ ഫോറൻസിക്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്. ഈ 11 കോഴ്സുകളും വർക്കിംഗ് പ്രൊഫഷണലിൽ സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇത്രയും കോഴ്സുകളാണ് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്നത്തെ ഒരു തൊഴിൽ സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കോഴ്സ് ഏതായിരിക്കും? വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമായ ഒരു കോഴ്സ് എന്ന് പറയുന്ന അങ്ങനെ ഒരു കോഴ്സ് ഇല്ല. നമ്മളിവിടെ 11 കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. 11 കോഴ്സുകൾക്കും ഓപ്പർച്യൂണിറ്റി ഉള്ള കോഴ്സുകളാണ്. ഒരു വിദ്യാർത്ഥി ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആ വിദ്യാർത്ഥി ആ കോഴ്സിനെ എങ്ങനെ കാണുന്നു എന്നതിനനുസരിച്ചിരിക്കും അതിൻ്റെ തൊഴിൽ സാധ്യതകൾ. കുട്ടികളുടെ അക്കാഡമിക് ഇംപ്രൂവ്മെൻറ്റ് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് കോളേജ് സ്വീകരിച്ചിട്ടുള്ള പഠന രീതികളും സംവിധാനങ്ങളും എന്തൊക്കെയാണ്? പ്രധാനമായും നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന മെൻറ്ററിങ് സിസ്റ്റവും അതുപോലെ അക്കാദമിക് മോണിറ്ററിംഗ് സെല്ലിൻ്റെ കീഴിൽ നമ്മൾ നടത്തുന്ന കൃത്യമായ പ്ലാനിങ്ങുമാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. ഈ മെൻറ്ററിങ് സിസ്റ്റത്തിൽ നമ്മളൊരു 10 കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്ന രീതിയിൽ കുട്ടികളെ സ്ഥിരമായി ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ലേറ്റ് ആവുന്നവരായാലും ആബ്സെൻ്റ് ആവുന്നവരായാലും എല്ലാ രീതിയിലും അവരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ അക്കാദമിക് മോണിറ്ററിംഗ് സെല്ലിൻ്റെ കീഴിൽ നമ്മൾ ഒരു മാസം മുന്നേ, എക്സാമിൻ്റെ ഒരു മാസം മുന്നേ തന്നെ സിലബസൊക്കെ തീർത്ത് കഴിഞ്ഞിട്ട് റിവിഷൻ നടത്താനും അതിനനുസരിച്ച് റെമഡിയൽ നടത്താനും പരീക്ഷകൾ നടത്താനും ഒക്കെയുള്ള സമയം കണ്ടെത്തുന്നുണ്ട്. കോളേജിലെ ലാബുകളും വർക്ക്ഷോപ്പുകളെ കുറിച്ചിട്ടും ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് കുട്ടികളുടെ പഠനത്തെ സ്വാധീനിക്കുന്നത്? പോളിടെക്നിക് വിദ്യാഭ്യാസ രീതിയെപ്പറ്റി പറയുന്ന സമയത്ത് പ്രാക്ടിക്കലിൽ ഊന്നിയിട്ടുള്ള വിദ്യാഭ്യാസമാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. നമ്മൾ അവർക്ക് പകർന്നു കൊടുക്കുന്നത് ഒരു സ്കില്ലാണ്. അപ്പം ആ സ്കില്ല് പഠിക്കണമെങ്കിൽ നല്ല ലാബുകളും അതുപോലെ അനുബന്ധ സൗകര്യങ്ങളൊക്കെ വേണം. മാനേജ്മെൻറ്റ് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ നമുക്ക് നല്ല ലാബുകളൊക്കെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല
ഇൻ്റർനാഷണൽ കമ്പനികളുമായിട്ട് നമ്മൾ ടൈപ്പ് ഉള്ളത് കൊണ്ട് അവരുടെ ലാബുകളും നമ്മുടെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു വിദ്യാർത്ഥി ഈ ക്യാമ്പസിലേക്ക് ആദ്യമായിട്ട് എത്തുമ്പോൾ അദ്ദേഹത്തെ പ്രധാനമായിട്ടും സ്വാധീനിക്കുന്ന ഇവിടെയുള്ള സൗകര്യങ്ങൾ എന്തെല്ലാമാണ്? ഈ ജെൻസി കാലഘട്ടത്തിൽ ഒരു വിദ്യാർത്ഥി ഒരു കോളേജ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആ കോളേജിൻ്റെ അക്കാഡമിക്സ് മാത്രം നോക്കിയിട്ടായിരിക്കില്ല കോളേജ് തിരഞ്ഞെടുക്കുന്നത്. JDT ഇസ്ലാം പോളിടെക്നിക്കിനെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് നമ്മൾ രണ്ടും അക്കാഡമിക്സും കൊടുക്കുന്നുണ്ട്, അതുപോലെ കണ്ടമാനം ആക്ടിവിറ്റീസ് എക്സ്ട്രാ കരിക്കുലർ ആയാലും കോ കരിക്കുലർ ആയാലും എല്ലാ വിധത്തിലുള്ള ആക്ടിവിറ്റീസും നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അക്കാഡമിക്സ് നോക്കി വരുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ആ മേഖലയിൽ എക്സൽ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അതുപോലെ സ്പോർട്സോ ആർട്സോ ഗെയിംസിലൊക്കെ എക്സൽ ചെയ്യാനാണെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളുമുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നത് ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ട് എങ്ങനെ കുട്ടികളെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ്. അതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ കുട്ടികളെ ഈ ക്യാമ്പസിലേക്ക് ആകർഷിക്കാനുള്ള മുഖ്യ ഘടകം. ഓക്കെ. അതുപോലെ തന്നെ ഒരുപാട് ഇൻറ്റേൺഷിപ്പുകളും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങുകളെല്ലാം കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് കുട്ടികളുടെ പഠനത്തെ കൂടുതൽ മികച്ചതാക്കുന്നത്? JDT പോളിടെക്നിക്കിനെ പറ്റി പറയുന്ന സമയത്ത് ഇൻറ്റേൺഷിപ്പ് ക്യാമ്പസിൽ തന്നെ പ്രൊവൈഡ് ചെയ്യാൻ സൗകര്യങ്ങളുള്ള ഏക പോളിടെക്നിക്കാണ് JDT പോളിടെക്നിക് കോളേജ്. നമ്മുടെ കുട്ടികൾക്ക് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനിലും അതുപോലെ സോഫ്റ്റ്വെയറിലും അതുപോലെ പറയുകയാണെങ്കിൽ ഫാബ് ലാബിലൊക്കെ നമ്മൾ ഇൻറ്റേൺഷിപ്പുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വേറെ ഒരു കമ്പനിയെയോ വേറെ മറ്റ് സ്ഥാപനങ്ങളെയോ ഒന്നും ആശ്രയിക്കേണ്ട അവസ്ഥ വരാറില്ല. നമ്മൾ കൊടുക്കുന്ന ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ട്രെയിനിങ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കുട്ടികളുടെ ആത്മവിശ്വാസം കൂടുതൽ കൂട്ടാൻ സഹായിക്കുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം. പ്ലേസ്മെൻറ്റ് സെല്ല് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? പിന്നെ അത് മാത്രമല്ല, ഇവിടെ നിന്നും പഠനം പൂർത്തിയാക്കി ഇറങ്ങിയിട്ടുള്ള ഒരു കുട്ടിയുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് കോളേജ് പിന്തുണ നൽകുന്നത്? ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം പ്ലേസ്മെൻറ്റ് സെൽ എന്ന് പറയുന്നത് അതിൻ്റെ നട്ടെല്ലാണെന്ന് പറയാം. JDT ഇസ്ലാം പോളിടെക്നിക്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലേസ്മെൻറ്റ് സെല്ല് ഉണ്ട്. അതിനൊരു പ്ലേസ്മെൻറ്റ് കോർഡിനേറ്റർ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഇയർ മുതലേ കുട്ടികൾക്ക് പ്ലേസ്മെൻറ്റുമായിട്ട് സംബന്ധിച്ച ട്രെയിനിങ്ങുകളും ഇൻ്റർവ്യൂ പ്രിപ്പറേഷനും റെസ്യൂമെ പ്രിപ്പറേഷനൊക്കെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. നമ്മളെ ലക്ഷ്യമെന്ന് പറയുന്നത് കോഴ്സ് കഴിഞ്ഞ് ക്യാമ്പസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു ജോലിയുമായിട്ട് അവർ പുറത്തിറങ്ങുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു എയിം. സപ്പോസ് ഏതെങ്കിലും കുട്ടിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ ആ കുട്ടിക്ക് ജോലി കിട്ടുന്നത് വരെ നമ്മളൊരു മെൻറ്ററിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു പ്ലേസ്മെൻറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 100% എന്ന് തന്നെ പറയാം. പ്രമുഖ കമ്പനികളുമായിട്ടുള്ള ടൈപ്പ് വിദ്യാർത്ഥികളുടെ പഠനത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? അതിൻ്റെ ഒരു ഉദാഹരണങ്ങൾ കൂടെ ഉൾപ്പെടുത്തോ? കമ്പനികളുമായിട്ടുള്ള ടൈപ്പ് എന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികൾ ഓരോ കമ്പനികൾ ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബോഷ്, ടയോട്ട, അവർ ചിലപ്പം എവിടുന്നെങ്കിലുമൊക്കെ കേട്ടിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷേ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം പല ഇൻസ്റ്റിറ്റ്യൂഷൻസും പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷേ നമുക്ക് ഈ ക്യാമ്പസിൽ 5 ഇൻ്റർനാഷണൽ ടൈപ്സ് ഉണ്ട്. ബോഷ്, ടയോട്ട, BMW, അതുപോലെ ഗോദറേജ്, കെഫ്. ഇതിൽ കൂടെ കുട്ടികൾക്ക് ഇൻറ്റേൺഷിപ്പുകൾ, അതുപോലെ അവരുടെ പ്ലാന്റുകൾ സന്ദർശിക്കാനുള്ള അവസരങ്ങൾ, മാത്രമല്ല അവിടുത്തെ ടെക്നീഷ്യൻസുമായിട്ട് സംസാരിക്കാനുള്ള അവസരങ്ങളെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സാങ്കേതിക അറിവിനോടൊപ്പം തൊഴിൽ നേടാൻ ആവശ്യമായിട്ടുള്ള സ്കിൽസും വളരെയധികം അനിവാര്യമാണ്. അപ്പോൾ അതിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന രീതിയിൽ കോളേജിൻ്റെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കുട്ടി ടെക്നിക്കലി ഭയങ്കര സൗണ്ടാണെന്ന് വെച്ചോളൂ, പക്ഷേ അവന് നല്ല സ്ഥാപനത്തിൽ ജോലി കിട്ടണമെന്നില്ല. അവന് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, ഇൻ്റർ പേഴ്സണാലിറ്റി വേണം, അതുപോലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ബോഡി ലാംഗ്വേജ് വേണം. ഇതൊക്കെ ക്യാമ്പസ് കഴിഞ്ഞിട്ട് പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ് സ്കിൽസ് അവർ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അതിൻ്റെ റിസൾട്ടും നമുക്ക് കിട്ടാറുണ്ട്. NSS, NCC, വിവിധ ക്ലബ്ബുകൾ, അതുപോലെ തന്നെ ടെക്നിക്കൽ ഫെസ്റ്റുകൾ തുടങ്ങിയവയൊക്കെ വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികസനത്തിൽ എങ്ങനെയാണ് അത് സ്വാധീനിക്കുന്നത്? നമ്മുടെ കോളേജിൽ
NSS, NCC, IST, ഭൂമിത്രസേന, അങ്ങനെ പലവിധ ക്ലബ്ബുകളുണ്ട്. അപ്പോൾ അതിൽ NSSന് 2 യൂണിറ്റ് 100 കുട്ടികൾ വീതമുള്ള 2 യൂണിറ്റ്, NCCക്ക് നേവൽ, ആർമി ഇങ്ങനെ വരുന്നുണ്ട്, ISTക്കും 10-200 പേര് വരെ ഇതെടുക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ അഡ്മിഷൻ എടുത്ത എല്ലാ കുട്ടികൾക്കും ഏതെങ്കിലും ഒരു ക്ലബ്ബിൽ പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടുന്നുണ്ട്. ഇതിലൂടെ നടക്കുന്ന ആക്ടിവിറ്റീസ് കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിനും അതുപോലെ അവർക്ക് ഗ്രേസ് മാർക്ക് കിട്ടുന്നതിനും പ്രയോജനപ്പെടുന്നു. പുതിയ ആശയങ്ങളുമായിട്ട് വരുന്ന കുട്ടികൾക്ക് സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മളെ കോളേജ് എങ്ങനെയാണ് പിന്തുണ നൽകുന്നത്? ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾക്ക് മറ്റുള്ളവരുടെ കീഴിൽ വർക്ക് ചെയ്യാൻ വലിയ താല്പര്യമില്ല. പഠിച്ചു കഴിയുമ്പോൾ തന്നെ അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം പഠിക്കുമ്പോൾ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ബോധമുള്ള കണ്ടമാനം സ്റ്റുഡൻസ് നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടത് വ്യക്തമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസാണ്. നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചില കുട്ടികൾക്ക് ഫിനാൻസ് അത് വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഭയങ്കര മുടക്കുമുതലുണ്ട്, അത് എവിടുന്ന് അവർ സംഘടിപ്പിക്കും, അങ്ങനെയുള്ള ചിന്തകളാണ് അവർക്കുള്ളത്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാർട്ടപ്പ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു ആശയം നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുമൂലം ഒരു 10ഓളം കുട്ടികൾക്ക് ഇവിടെ ഇരുന്ന് തന്നെ അവരുടെ കമ്പനി സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ ക്യാമ്പസിൽ തന്നെ വർക്ക് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ കേരളത്തിൽ ഈ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഏക പോളിടെക്നിക്കും JDT പോളിടെക്നിക്കാണ്. സ്കോളർഷിപ്പുകൾ, ഫീസ് ഇളവുകൾ സംബന്ധമായ സാമ്പത്തിക പദ്ധതികളെ കുറിച്ചിട്ട് ഒന്ന് വിശദമായി പറയാമോ? സാമ്പത്തികം പഠനത്തിന് ഒരു തടസ്സമാകരുതെന്ന് വിശ്വസിക്കുന്ന മാനേജ്മെൻറ്റാണ് JDT മാനേജ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ 25% കുട്ടികൾക്ക് നമ്മൾ സൗജന്യ പഠനം ഉറപ്പുവരുത്തുന്നുണ്ട്. അത് അച്ഛൻ നഷ്ടപ്പെട്ട കുട്ടികൾ, അതുപോലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾ, ആരും നോക്കാനില്ലാത്ത കുട്ടികൾ, അവർക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് JDTനെ അപ്രോച്ച് ചെയ്യും. കൂടാതെ തന്നെ നമ്മൾ പലരുടെയും ഒരു വിചാരമുണ്ട്, ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ മാത്രമാണ് ഗ്രാൻറ്റും മറ്റ് സൗകര്യങ്ങളൊക്കെ കിട്ടുന്നതെന്ന്. ഇവിടെ സെൽഫ് ഫിനാൻസിങ് പോളിടെക്നിക്കുകളിലും അത് അഫിലിയേറ്റഡ് പോളിടെക്നിക്കുകൾ ആയതുകൊണ്ട് തന്നെ ഗ്രാൻസ് പോലെയുള്ള സൗകര്യങ്ങൾ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. ആ ഗ്രാൻഡ് ഫീ ആയിട്ട് അടച്ചുകൊണ്ട് കുട്ടികൾക്ക് അവരുടെ പഠനം തുടരാവുന്നത്. നമ്മുടെ കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഇന്ന് ഏത് മേഖലയിലാണ് അവരുടെ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്? JDT പോളിടെക്നിക്ക് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏകദേശം 32 വർഷങ്ങളായി. അതിനിടയിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇവിടെ പഠിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ പല വിദ്യാർത്ഥികളും വലിയ വലിയ കമ്പനികളുടെ തലപ്പത്തിരിക്കുന്ന ആളുകളാണ്. അതുതന്നെയാണ് നമ്മുടെ ഈ JDT പോളിടെക്നിക്കിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇന്ത്യയിലായാലും വിദേശത്തായാലും നമ്മളുടെ ഈ പ്രദേശങ്ങളിലായാലും ഒരു പ്രിവിലേജ്, അതായത് JDTയിലെ കുട്ടികളാണെന്നുള്ളൊരു പ്രിവിലേജ് എപ്പോഴും നമ്മുടെ സമൂഹം കൊടുക്കാറുണ്ട്. ഡിപ്ലോമയ്ക്ക് ശേഷം BTechലേക്ക് ലാറ്ററൽ എൻട്രി വഴി തുടർ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് അതിൻ്റെ ബാക്കി ഫോർമാലിറ്റീസൊക്കെ? ചില വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഒരു എൻജിനീയറിങ്ങിൽ ഒരു ഡിഗ്രി നേടുക എന്നുള്ളത്. നമ്മളുടെ ഒരു നോർമൽ പാത്തിൽ പോകുന്ന സമയത്ത് നമ്മൾ +2 സയൻസ് എടുക്കുന്നു, കീമിൻ്റെ എക്സാം എഴുതുന്നു, അതിൽ റാങ്ക് കിട്ടുന്നതിനനുസരിച്ച് കേരളത്തിലുള്ള പല പോളിടെക്നിക്കിലും അഡ്മിഷൻ എടുക്കുന്നു, 4 വർഷം കൊണ്ട് ഡിഗ്രി പൂർത്തിയാക്കുന്നു. പോളിടെക്നിക്കാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ 10th ശേഷമാണ് നമ്മൾ പോളിടെക്നിക്കിലേക്ക് വരുന്നത്. 3 വർഷം പോളിടെക്നിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് സെക്കൻഡ് ഇയർ നമുക്ക് BTechന് അഡ്മിഷൻ ലഭിക്കും. മാത്രമല്ല +2 കഴിഞ്ഞ കുട്ടികളാണ് പോളിടെക്നിക്കിൽ ചേരുന്നതെങ്കിൽ 2 വർഷം കൊണ്ട് പോളിടെക്നിക് പഠനം അവർക്ക് പൂർത്തിയാക്കാൻ പറ്റും. അവർക്ക് ലാറ്ററൽ എൻട്രി വഴി പ്രവേശിക്കാൻ സാധിക്കും. കീമും ഈ ലെറ്റിൻ്റെ എൻട്രൻസ് എക്സാമും തമ്മിലുള്ള മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീമിൽ ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഒരേ സമയം എഴുതുന്നത്. ലെറ്റ് എക്സാം ആവുന്ന സമയത്ത് ബിലോ 5000 കുട്ടികൾ മാത്രമേ അതിന് രജിസ്റ്റർ ചെയ്യുകയും പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യുകയും ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നല്ല റാങ്ക് ലഭിക്കാനും കേരളത്തിലുള്ള നല്ല എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച് നല്ല പ്ലേസ്മെൻറ്റ് ലഭിക്കാനും അവരെ സഹായിക്കുന്നു. സർക്കാർ, സ്വകാര്യ, വിദേശ തൊഴിൽ മേഖലകളിൽ ഇന്ന് ഡിപ്ലോമ വിദ്യാർത്ഥിക്ക് എത്രത്തോളം ഓപ്പർച്യൂണിറ്റി ഉണ്ട്? ഡിപ്ലോമ കഴിഞ്ഞ വിദ്യാർത്ഥിക്ക് സ്വകാര്യ സ്ഥാപനങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും വർക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അത് കുട്ടികളെടുക്കുന്ന ബ്രാഞ്ചിനനുസരിച്ച് വ്യത്യസ്തമായിരിക്കും.
ഉദാഹരണമായിട്ട് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എടുത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് സർക്കാർ അവസരങ്ങളിൽ ഒരുപാട് അവസരങ്ങൾ കിട്ടാറുണ്ട്. പക്ഷേ IT മേഖലയിൽ പഠിക്കുന്നവർക്കാണെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങളാണ് കൂടുതലും വർക്ക് ചെയ്യാൻ കഴിയുന്നത്. SSLC +2 കഴിഞ്ഞ് ഇനി എന്ത് പഠിക്കണം എന്ന് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഇപ്പോൾ ആ നമ്മളെ മക്കളോട് എന്താണ് പറയാനുള്ളത്? SSLC +2 കഴിഞ്ഞിട്ട് ഏറ്റവും വേഗത്തിൽ തന്നെ ഒരു പ്രൊഫഷണൽ കോഴ്സ് കരസ്ഥമാക്കാൻ പറ്റുന്ന കോഴ്സാണ് ഡിപ്ലോമ കോഴ്സ്. മറ്റ് പ്രൊഫഷണൽ കോഴ്സുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളുടെ പ്രത്യേകത, അത് പഠിച്ചു കഴിഞ്ഞ് നമുക്കിനി മുന്നോട്ട് പഠിക്കണമെങ്കിൽ ഏത് ഹയർ ലെവൽ വരെ പോകാൻ പറ്റും. BTech, MTech ആ ഒരു ഏരിയയിലേക്ക് പോകാൻ പറ്റും. അതല്ല ഡിപ്ലോമ കഴിഞ്ഞ് ജോലി ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ രണ്ടിനും സാധ്യതയുള്ള ഒരു നല്ല കോഴ്സാണ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകൾ. എന്തുകൊണ്ടാണ് ഒരു വിദ്യാർത്ഥി JDT ഇസ്ലാം പോളിടെക്നിക് തന്നെ തിരഞ്ഞെടുക്കേണ്ടത്? അതിൻ്റെ പ്രധാന കാരണങ്ങളും കൂടെ ഒന്ന് വ്യക്തമാക്കാമോ? ഒരു രക്ഷകർത്താവിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്ഥാപനം തിരഞ്ഞെടുക്കുമ്പോൾ അവർ കുറേ ഘടകങ്ങൾ അതിൽ കൺസിഡർ ചെയ്യാറുണ്ട്. അതിൽ ഒന്നാണ് അക്കാഡമിക്സ്. നല്ല റിസൾട്ട് ഉണ്ടോയെന്ന് അവർ അന്വേഷിക്കും. ക്യാമ്പസിൽ നല്ല ഡിസിപ്ലിൻ ഉണ്ടോയെന്ന് അന്വേഷിക്കും. അതുപോലെ വേറെയുള്ള ക്യാമ്പസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ക്യാമ്പസിന് എന്താണ് പ്രത്യേകത എന്നുകൂടി അവർ അന്വേഷിക്കും. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ ഇൻ്റർനാഷണൽ ടൈഅപ്സുകളുണ്ട്, 100% പ്ലേസ്മെൻ്റ് ഉണ്ട്, എക്സ്ട്രാ കരിക്കുലർ കോ-കരിക്കുലർ ആക്ടിവിറ്റീസിനൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് എന്താണോ ആവശ്യം അതെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥാപനം എപ്പോഴും തയ്യാറായി നിൽക്കുകയാണ്. അതുതന്നെ ആയിരിക്കാം ഒരു പക്ഷേ JDT പോളിടെക്നിക്ക് തിരഞ്ഞെടുക്കാനുള്ള മെയിനായിട്ടുള്ള കാരണം. ഇൻഡസ്ട്രി ഓഫ് ക്യാമ്പസ് ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടി കോളേജ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടൊരു സംഗതിയാണ് ഈ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്ന് പറയുന്നത്. അതായത് ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെ ഇൻഡസ്ട്രി സ്ഥാപിക്കുക, ആ ഇൻഡസ്ട്രിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തൊഴിലവസരം കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ്. കേരളത്തിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ പോളിടെക്നിക്കിൽ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് ഉള്ള ഏക പോളിടെക്നിക്കാണ് JDT ഇസ്ലാം പോളിടെക്നിക് കോളേജ്. നമ്മളിവിടെ സോളാർ ഇൻവെർട്ടർ ബിൽഡ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ സ്ട്രീമുകളിൽ നിന്നായി 25ഓളം കുട്ടികൾ അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ക്ലാസ് ടൈം കഴിഞ്ഞിട്ടോ സാറ്റർഡേയ്സോ സൺഡേയിലൊക്കെയാണ് ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നത്. അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ വിപണിയിൽ ഇറക്കുന്നുമുണ്ട്. അപ്പം അതിൽ നിന്ന് കുട്ടികൾക്ക് എന്താണ് ഒരു മെച്ചമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പഠനത്തിനോടൊപ്പം തന്നെ അവർക്കൊരു എക്സ്പീരിയൻസും അതുപോലെ ഒരു ഇൻഡസ്ട്രി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് റിയലൈസ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. മാത്രമല്ല അവർക്കൊരു ചെറിയ ഇൻകം ജനറേറ്റ് ചെയ്യാൻ കൂടി അവർക്ക് സാധിക്കുന്നു. മാത്രമല്ല ഇതിൽ എക്സൽ ചെയ്യുന്ന കുട്ടികളെ ഈ കമ്പനികൾ തന്നെ അബ്സോർബ് ചെയ്യുകയാണ് പതിവ്. അപ്പോൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ എക്സ്പീരിയൻസ്ഡ് ആയിക്കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും